രാഹുൽ ഗാന്ധി പറഞ്ഞ വീട്ടിൽ നമ്മൾ പോയി അവിടെ ആ ഡോർ നമ്പറിൽ പോകുമ്പോൾ 80 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അവിടെ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല എന്നുള്ളതാണ്. ഈ 80 പേരെ പറഞ്ഞ് ചേർത്ത സ്ഥലത്താണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഒരു മാധ്യമങ്ങളും എന്താ പോകാത്ത, ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്താ ഈ പറയുന്ന ഇത്രയും വലിയൊരു അഴിമതി നടത്തി ഈ എന്താണ് ജനാധിപത്യത്തിൽ ഭീഷണിയായിട്ട് നടത്താത്തത്? അപ്പം ഇതെല്ലാം എങ്ങനെയാണ്? ഇതെല്ലാം ഒരു സിസ്റ്റത്തിന് കീഴിലായി ഇവർ ഇങ്ങനെ അടക്കി വരിച്ച് വാഴുകയാണ്. അപ്പം അതുപോലെയാണ് മുഴുവൻ സംവിധാനം ഉള്ളത്. അപ്പം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും, അവിടെ ആം ആദ്മി പാർട്ടി എന്നുള്ളതില്ല, അവിടെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ഒക്കെ ഇന്ന് ബാരിക്കേഡിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ്. കാരണം ഇന്ത്യയിലെ ഒരു പാർട്ടിയുടെ എം പി ബാരിക്കേഡിന് മേലെ കയറി നിന്ന് സമരം നടത്തേണ്ട അവസ്ഥയാണ്. നമ്മളിവിടെ SFIൻ്റെയും DYFIൻ്റെയും KSUവിൻ്റെ ഒക്കെ സമരത്തിൻ്റെ പുറത്ത് നമുക്ക് കാണാം എന്ത് ബാരിക്കേഡിന് മേളിൽ കയറി നിന്ന് സമരം നടത്തുന്ന അവസ്ഥ. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എം പിമാരെല്ലാം ബാരിക്കേഡിന് മേലെ കയറി നിന്ന് സമരം നടത്തുകയാണ്. 300-ലധികം എം പിമാരാണ്, 1-2 എം പിമാരല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇരിക്കുന്നത്? ഇന്ത്യയിലെ ഒരു ജനാധിപത്യത്തിന് ഭീഷണിയായിട്ടുണ്ട്. ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുന്നില്ല, ഭരണഘടന സംരക്ഷിക്കുന്ന ഭീഷണിയായിട്ടുണ്ട്.